ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലെന്തേ. നമ്മളെന്ന് 9ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ സിമിലർ ട്രയാങ്കിൾസ് സദൃശ്യ ത്രികോണങ്ങൾ എന്ന പാഠഭാഗത്തിലെ പേജ് 105 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചോദ്യം വായിക്കാം. മൂന്നാമത്തെ ചോദ്യം, at the ends of a horizontal line, angles of same size are drawn and 2 points on these slanted lines are joined. Horizontal line നമുക്ക് കാണാൻ കഴിയും. This is horizontal line, this is slanted line. First part, prove that the horizontal line blue and the slanted line red cut each other into parts in the same ratio. ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തത്, prove that the slanted line green at the ends of the horizontal line are also in the same ratio. ഈ രണ്ട് ലൈനും സെയിം റേഷ്യോയിലാണെന്ന് പ്രൂവ് ചെയ്യണം. മൂന്നാമത്തത്, explain how this idea can be used to divide a 6 centimeter long line in the ratio 3:4. അപ്പൊ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. അപ്പം എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ ഹൊറിസോണ്ടൽ ലൈൻ ബ്ലൂ ആൻഡ് സ്ലാൻഡഡ് ലൈൻ റെഡ്, they cut each other into parts the same ratio. ഈ ലൈനും കട്ട് ചെയ്യുന്നത് ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കണം. അതിന് നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് തെളിയിച്ചാൽ മതിയാകും. ആദ്യം നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം. ഹൊറിസോണ്ടൽ ലൈന് നമുക്ക് രണ്ട് ട്രയാങ്കിൾ എടുത്ത് എന്താണ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. സിമിലർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ നമുക്ക് ആദ്യം ഈ രണ്ട് ട്രയാങ്കിളും എടുക്കാം. In triangle ACP and triangle എന്താണ് BDP. ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ എടുക്കുകയാണ്. ഈ രണ്ട് ട്രയാങ്കിളും ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആംഗിൾ CAP ഈക്വൽ ടു ആംഗിൾ CAP ഈക്വൽ ടു ആംഗിൾ DBP ഈക്വൽസ് ആംഗിൾ DBP. ഇതാണ് റീസൺ. എന്താണ് ഗിവൺ തന്നിട്ടുണ്ട്. പിന്നെ ഇത് നോക്കിക്കേ, ഈ രണ്ട് ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ദേ ആർ ഈക്വൽ. അത് നമുക്ക് ഇത് ആംഗിൾ APC ഈക്വൽസ് ആംഗിൾ APC ഈക്വൽസ് BPD. ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് angles. Vertically opposite angles are equal. അതുകൊണ്ട് നമുക്ക് vertically opposite angles എന്ന് എഴുതാം. അപ്പം നോക്കിയേ, ഇതും ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ ഇതല്ലേ ഉള്ളത്. അപ്പം അത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? മൂന്നാമത്തെ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. രണ്ടെണ്ണം ഓൾറെഡി ഈക്വൽ ആയിക്കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ ആംഗിള്, ആദ്യത്തെ ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിള് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റേ ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിളോട് ഈക്വൽ ആയിരിക്കും. ആയേ പറ്റൂ. കാരണം എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് 180 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും ഇത് രണ്ടും ആഡ് ചെയ്ത് 180 സബ്ട്രാക്ട് ചെയ്യുന്ന കിട്ടുന്ന റിസൾട്ടും ഈ ആംഗിളിനും ഈക്വൽ ആയിരിക്കും. നമുക്ക് അതങ്ങ് എഴുതാം. ആംഗിൾ ACP, therefore angle ACP equals angle BDP. എന്താണ്? തേർഡ് ആംഗിൾ. രണ്ട് ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ തേർഡ് ആംഗിളിന് ഈക്വൽ ആകാൻ വേറെ ആരും ഇല്ല. അപ്പം തേർഡ് ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അല്ലാതെ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി എഴുതാം. ആംഗിൾ സം പ്രോപ്പർട്ടി
ആംഗിൾ സം പ്രോപ്പർട്ടി പ്രോപ്പറിനെ എഴുതുന്നത് ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് 3 ആംഗിൾ ഈക്വൽ ആന്ന് കിട്ടി. നമുക്ക് എന്താ പറയാം? ദീസ് ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾ. എന്താ പറയാൻ പറ്റും? ദീസ് ട്രയാങ്കിൾസ് ആർ സിമിലർ. Therefore triangle ACP and triangle BDP are similar triangles. Similar triangles. അപ്പൊ ട്രയാങ്കിൾസ് സിമിലർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്? Sides opposite equal angles are in the same ratio. Sides opposite equal angles are in the same ratio. Since triangles are similar, sides opposite to equal angles, opposite to equal angles are in the same ratio. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ആണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ കഴിയും? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ എന്ന് പറയും. ഞാൻ ഈ ആംഗിൾസിന് പേര് കൊടുക്കുന്നു. ഇത് എക്സ് ഡിഗ്രി എന്നും, എക്സ് ഡിഗ്രി, ഇത് വൈ ഡിഗ്രി, ഇത് ഇസഡ് ഡിഗ്രി എന്നും കൊടുക്കുന്നു. എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി ആൻഡ് ഇസഡ് ഡിഗ്രി. അപ്പൊ അതുപോലെ ഇവിടെ എക്സ് ഡിഗ്രി, ഇവിടെ ഇസഡ്, ഇവിടെ വൈ ഡിഗ്രി കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോഴേ രണ്ട് ട്രയാങ്കിളിലും എക്സ് വൈ ഇസഡിന് എതിരെയുള്ള വശങ്ങൾ എഴുതാം. എക്സ് ഡിഗ്രിക്ക് വൈ ഡിഗ്രിക്കും ഇസഡിനും എതിരെയുള്ള വശങ്ങൾ ACP in triangle ACP. ACPയിലെ എക്സിനെതിരെയുള്ളത് CP, വൈക്കെതിരെയുള്ളത് AP, ഇസഡിനെതിരെയുള്ളത് AC. ഇനി അടുത്ത ഇൻ ട്രയാങ്കിൾ ഏതാണ്? BDP. എക്സിനെതിരെയുള്ളത് PD, വൈക്കെതിരെയുള്ളത് BP, ഇസഡിനെതിരെയുള്ളത് AC. അല്ല, ഇസഡിനെതിരെയുള്ളത് BD, സോറി BD, ഇസഡിനെതിരെയുള്ളത് BD. അപ്പൊ നമുക്ക് റേഷ്യോ എഴുതാം. ഈ 3 റേഷ്യോയും ഈക്വൽ ആയിരിക്കും. CP by PD equal to AP by BP equals AC by BD. നമുക്കിപ്പോ ഇത് രണ്ട് ആവശ്യമുള്ളൂ. എന്താണ്? ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് എന്താണ്? ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. Therefore ഈ രണ്ട് റേഷ്യോ നമുക്ക് മതി. അതെടുത്ത് ചെയ്താ CP by PD യും AP by BP യും മതി. ഇതിനെ വേണേ നമുക്ക് തിരിച്ചൂടെ എഴുതാം. ഇതാണ് that is AP by BP equals CP by PD. ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇതിനെ APയും PBയും ഇതാണ്ട് ഒരേ ലൈൻ്റെ രണ്ട് ഭാഗം. CPയും PDയും തന്നെ സ്ലാൻഡഡ് ലൈൻ്റെ രണ്ട് ഭാഗങ്ങൾ. അപ്പൊ സ്ലാൻഡഡ് ലൈനിന്റെ രണ്ട് ഭാഗങ്ങളും ഹൊറിസോണ്ടൽ ലൈനിന്റെ രണ്ട് ഭാഗങ്ങളും കട്ട് ചെയ്യുന്നത് ഒരേ റേഷ്യോയിലാണെന്ന് പ്രൂവ് ചെയ്തു. ഹൻസ് നമുക്ക് എന്ത് എഴുതാം? ഇങ്ങോട്ട് എഴുതുകയാണ്
and the horizontal line, hence the horizontal line and the slanted line, and the slanted line, slanted line cut each other into parts, in the same ratio. Okay. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമുക്ക് ഫസ്റ്റ് പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതാം. എന്താണ് നമ്മൾ 3 റേഷ്യോ എഴുതിയില്ലേ? സി പി ബൈ പി ഡി ഈക്വൽ ടു എ പി ബൈ പി ബി ഈക്വൽ ടു എ സി ബൈ ബി ഡി. ഈ 3 റേഷ്യോ നമ്മൾ എഴുതി. ഇപ്പൊ രണ്ടാമത്തേല് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഈ 2 റേഷ്യോ ഫസ്റ്റ് പാർട്ടിൽ എടുത്തോട്ടെ അല്ലേ? അതായത് എ പി ബൈ പി ബി ഈക്വൽ ടു സി പി ബൈ പി ഡി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ റേഷ്യോ ഇതിനും ഈക്വൽ ആയിരിക്കും. എന്താണ്? ആദ്യം 3 റേഷ്യോ എടുത്ത് അതിൽ നമ്മൾ ഈ 2 റേഷ്യോ എടുത്ത് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യും. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ പറയുന്ന ഈ റേഷ്യോ ഇതിന് ഈക്വൽ ആയിരിക്കുന്നു. ദേ കട്ട് ഇൻ ദ സെയിം റേഷ്യോ. Therefore, from first നമ്മൾ 3 റേഷ്യോ എടുത്തിട്ട് ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓൾസോ എ പി ബൈ പി ബി ഈക്വൽ ടു സി പി ബൈ പി ഡി ഈക്വൽ ടു എ സി ബൈ ഈ റേഷ്യോയ്ക്കും ഈക്വൽ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? സെക്കൻഡ് പാർട്ട് ഒന്നും ഇല്ല പ്രൂവ് ചെയ്യാൻ. എന്താ പറയാം? ഇതിന്റെ ഈ ഹൊറിസോണ്ടൽ ലൈനിന്റെ എൻഡിലുള്ള എന്താണ് സ്ലാൻഡഡ് ലൈനും സെയിം റേഷ്യോയിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ആ റീസൺ കൂടെ എഴുതാം. എന്താ പറയുക? ഇൻ സിമിലർ ട്രയാങ്കിൾസ് sides opposite to equal angles are in the same ratio. അതുകൊണ്ടാണ് നമുക്ക് എന്താ എഴുതിയിരിക്കുന്നത്? നമ്മൾ എഴുതിയത് AC by BD, hence AC by BD is equal to AP by PB is equal to CP by PD. Okay. നമുക്ക് വേണമെങ്കിൽ ഇതും കൂടെ എഴുതാം. Slanted line at the ends of the horizontal, the slanted line that is the slanted line at the end of the slanted line at the ends of the horizontal line are also in the same ratio. Same ratio.
അപ്പൊ മൂന്നാമത്തെ പാർട്ടിൽ പറയുന്നത് എന്താണ്? ഡിവൈഡ് 6 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4. അപ്പം ഇവിടെ നമ്മള് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ് തന്നിട്ടുള്ളത്. ഇഷ്ടമുള്ള ആംഗിൾ, ഈ രണ്ട് ആംഗിൾ, ഈ ലൈൻ 6 സെന്റിമീറ്റർ ആയിരിക്കണം. ലൈൻ എത്ര ആയിരിക്കണം? 6 സെന്റിമീറ്റർ ആയിരിക്കണം. ഈ രണ്ട് ആംഗിൾ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. 30യോ 40യോ 50യോ എത്ര വേണമെങ്കിലും എടുക്കാം. ഇവിടെ 3 സെന്റിമീറ്റർ എടുക്കുക, ഇവിടെ 4 സെന്റിമീറ്റർ എടുക്കുക. അപ്പൊ ഈ ലൈനെ ഇത് കട്ട് ചെയ്യുന്ന റേഷ്യോ 3:4. 4 എന്ന റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ കൊടുത്ത അതേ പേരുകൾ കൊടുക്കാം. ABCD P. അപ്പൊ CP:PD is 3:4. അപ്പൊ ഇത് എങ്ങനെയായിരിക്കണം വരയ്ക്കേണ്ടത്? വരയ്ക്കേണ്ടത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. AB 6 സെന്റിമീറ്റർ വരച്ചിട്ടുണ്ട്. അതിനുശേഷം എയിൽ വെച്ചിട്ട് ഞാൻ ഒരു 50 ഡിഗ്രിയാണ് എടുക്കാൻ പോകുന്നത്. എയിൽ വെച്ചിട്ട് അൻപത് ഡിഗ്രി എടുക്കുന്നു. താഴെ അതുപോലെ 50 ഡിഗ്രി എടുക്കുന്നു. ഇവിടുത്തെ 0 ഉള്ളത് വേണം നോക്കാം കേട്ടോ. 50. അപ്പോഴ് ഇനി ഇത് യോജിപ്പിക്കുക. ഇവിടെയും ഇവിടെയും അപ്പൊ നമ്മള് വരച്ചു കഴിഞ്ഞു. ഇനി 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്താ 3, പിന്നെ താഴെ 4. അപ്പൊ ഞാൻ കോമ്പസ് എടുത്ത മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മെഷർ ഇതിൽ തന്നെ എടുക്കുകയാണ്. ഇതില് 3 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ ഇവിടെ വരും. ഇത് 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ. ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് 4 സെന്റിമീറ്റർ കട്ട് ചെയ്യുക. എനിക്കിപ്പം ബോർഡിൽ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ഇനി ജോയിൻ ചെയ്യുക. അപ്പം എല്ലാം മാഞ്ഞു പോയി, ബോർഡിലായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഡിവൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. അതായത് AB ഡിവൈഡ്സ് ഇവിടെ P ആണ്. AB ഡിവൈഡ്സ് CD ഇൻ ദ റേഷ്യോ 3:4. മുക്കാൽ ഭാഗം. 3/4 ആയിട്ട് ഇത് 3, ഇത് 4 പാർട്ട്. അത് കണക്ക് 3, ഇത് 4 പാർട്ട്. അപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ഒന്നുകൂടി പറഞ്ഞുതരാം. 6 സെന്റിമീറ്റർ നീളത്തിൽ AB വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഈ ഡിഗ്രി, ഇവിടെ ഈ കോണളവ് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ എടുത്തത് 50 ഡിഗ്രിയാണ്. എത്ര എടുത്ത്? 50 ഡിഗ്രി എടുത്ത് പ്രൊട്രാക്ട് വെച്ചിട്ട് 50 ഡിഗ്രി എടുത്ത് നീട്ടി വരച്ചു. ഇവിടെ 50 ഡിഗ്രി എടുത്ത് നീട്ടി വരച്ചു. എന്നിട്ട് കോമ്പസില് 3 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ കട്ട് ചെയ്തു. ഞാൻ അത് കാണിച്ചില്ല, ഞാൻ സ്കെയിലിൽ തന്നെയാണ് മെഷർ എടുത്തത്. നിങ്ങൾക്ക് കോമ്പസിലെടുത്ത് കട്ട് ചെയ്യാം. പിന്നെ ഇവിടെ 4 സെന്റിമീറ്റർ, BD-യിൽ 4 സെന്റിമീറ്റർ എടുത്ത് കോമ്പസിൽ കട്ട് ചെയ്യുക. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യുക. അപ്പൊ CP:PD എത്ര കിട്ടും? 3:4 എന്ന് കിട്ടും. അതുപോലെ AP:PB ദേ ആർ ഇൻ ദ സെയിം റേഷ്യോ ആണ് അല്ലെ. അത് നമുക്ക് 3:4 തന്നെ